ത്രിയേക ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏഷ്യ 1:9. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. ഏഷ്യ 1 മുതൽ 35 വരെയുള്ള അധ്യായങ്ങൾ ശിക്ഷാവിധിയെ പറ്റിയുള്ള പ്രവചനങ്ങളാണ്. ഏകദേശം BC 700 സംഭവിക്കുന്നതാണ്. ഇസ്രായേൽ നാശോന്മുഖമായി അവരുടെ കയ്യിലിരിപ്പാണ് അതിന് കാരണം. പിന്നെ ഉണ്ടായിരുന്നത് യെരുശലേം ദേവാലയം അടങ്ങുന്ന യഹൂദയ രാജ്യമാണ്. അതിനെക്കുറിച്ചുള്ള ഹൃദയവേദ ആമോസിൻ്റെ മകനായ ഏശയ്യാവ് വഴി ദൈവം അരുളി ചെയ്തതാണ് ഈ അധ്യായങ്ങളിൽ. 2-ാം വാക്യത്തിൽ തന്നെ പ്രവാചകൻ ദൈവവചനം ഉദ്ഘോഷിക്കുകയാണ്, ആകാശത്തോടും ഭൂമിയോടും, കാരണം കേൾക്കാൻ വേറെ ആരുമില്ല. ആദ്യത്തെ പ്രഖ്യാപനങ്ങളിൽ ഒന്ന്, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. ഇന്നത്തെ പല മാതാപിതാക്കളുടെ ഹൃദയവേദ ഇതാണ്. പക്ഷേ മാതാപിതാക്കൾ വേണ്ടുന്ന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അവരുടെ കയ്യിൽ എന്തുണ്ട് ദൈവിക വചനം പറഞ്ഞു കൊടുക്കാൻ? അത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, പന്നിക്ക് മക്കളുണ്ടാവുന്നത് പോലെ. പന്നിക്ക് ഒത്തിരി മക്കളുണ്ടാവും, പക്ഷേ ഒരു പ്രയോജനവുമില്ല. രണ്ടാമത്, വളർത്തുമൃഗങ്ങളായ കാളയും കഴുതയും ഒടിയവനെയും പുൽത്തൊട്ടിയും തിരിച്ചറിയും. എന്നാൽ ഇസ്രായേൽ ജനം ഗ്രഹിക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല. 4-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രായേലിനെ കുറിച്ച് യഹോവയുടെ വേദനയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടത്, പുതിയ ഇസ്രായേലാകുന്ന നമ്മെക്കുറിച്ച് നമ്മുടെ കർത്താവിന് എന്ത് പറയാനുണ്ട്? വേദനാപൂർവം ദൈവം ചോദിക്കുന്നു, യഹോവ കൽപ്പിക്കുന്നു, നിങ്ങളെ അടിച്ചിട്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഉപദേശം നിങ്ങളുടെ നിറയിലെത്തുകയില്ലല്ലോ. തല മുഴുവൻ ദീനമല്ലേ? ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു, മുഴുവനും ചതവും മുറിവുമാണ്. അത് വെച്ചു കെട്ടുന്നതിന് ദൈവിക മരുന്ന് ഉപയോഗിക്കുന്നില്ല, തല ചിന്തിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനോട് പ്രവേശനമില്ലാത്തതുകൊണ്ട് പ്രവർത്തനവുമില്ല. സാത്താനാകുന്ന പുഴു അതിൽ നിറഞ്ഞിരിക്കുന്നു, അത് പുളച്ച് പെരുകുകയാണ്. അത് വെച്ച് കെട്ടി രോഗം ശമിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പും പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയും വേണം. അതിനെ സമർപ്പിക്കുകയുമില്ല. വിശുദ്ധനായ അന്തോണിയോസിന്റെ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. ഹൃദയശുദ്ധിയുള്ളവരിലെ ഏക പരിശുദ്ധി ദൈവമാണ്. ദൈവിക ജ്ഞാനവും ദൈവഭയവും ലോകമോദങ്ങളിൽ നിന്നുള്ള വിടുതലിനുള്ള മറുമരുന്നാണ്. ആത്മാവിൽ ദൈവത്തെക്കുറിച്ച് അജ്ഞത ഉണ്ടായിരിക്കുമ്പോൾ ശമിക്കാത്ത വികാരങ്ങൾ അതിനെ നശിപ്പിക്കും. ശരീരത്തിലെ വർണ്ണം പോലെയാണ് തിന്മ. ബോധപൂർവമായ തിന്മയിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിക്കണമെന്ന് ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ അഗാധമായ സ്നേഹത്താൽ നശ്വരനായ മനുഷ്യനെ അനശ്വരമാക്കി തീർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് പ്രാർത്ഥിച്ചത്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും തമ്മിൽ ഒന്നാകണമേ എന്ന്. മനുഷ്യ സ്നേഹനിമിത്തം മനുഷ്യനെ രക്ഷിക്കുവാൻ അവതരിച്ച പുത്രൻ തമ്പുരാന്റെ അതിരേറ്റ സ്നേഹത്തിന്റെ ബഹിർസ്ഫുരണമാണ് മഹാപുരോഹിത പ്രാർത്ഥനയിലെ ഈ വാക്കുകൾ. ദർശനം ലഭിച്ച യൗസേപ്പിനെ ഇല്ലാതാക്കുവാൻ പിശാച് പല മാർഗവും കണ്ടെത്തി. അതിലൊന്നായിരുന്നു മതാലസ്യയായ പുത്തിഫേറിന്റെ ഭാര്യയുടെ വശീകരണ തന്ത്രം. അവയെല്ലാം ജയിച്ചതിനാൽ യൗസേപ്പ് ദൈവവുമായുള്ള ചേർച്ചയിൽ നിലനിന്നു. നാമും വിശുദ്ധരും വിശ്വസ്തരുമായിരുന്നാൽ ദൈവം നമ്മോടൊപ്പം കുടികൊള്ളും. നമ്മോട് വാഗ്ദത്തം ചെയ്തത് നിറവേറ്റുവാൻ അവൻ പ്രാപ്തനാണ്, അവൻ വിശ്വസ്തനാണ്, നീതിമാനാണ്. വായിച്ച വാക്യത്തിൽ ശേഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പ്രവാചകന്റെ യഹൂദിയെക്കുറിച്ചുള്ള ദീർഘനിശ്വാസവും വേദനയുമാണ്. സോദോം ഗൊമോറയുടെ നാശത്തെക്കുറിച്ച് പരിശുശ്രൂഷയിൽ നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്. ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് അഗ്നി വർഷിച്ച് അതിനെ നശിപ്പിച്ചുവെന്ന്. നാം ശ്രദ്ധിക്കാതെയും പരിഗണിക്കാതെയും പോകുന്ന ജീവനോട്ടിരിക്കുന്നവരും മരിച്ചുപോയവരും ആയ വിശുദ്ധന്മാരും നാം അറിയുന്ന വിശുദ്ധരുടെയും കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഈ പരിശുദ്ധ സഭയെ സമൂഹത്തെയും പിടിച്ചു നിർത്തുന്നതും നടത്തുന്നതും. ദൈവം ആഗ്രഹിക്കുന്നു ഞാനും നിങ്ങളും അതിൽ ആകണമെന്ന്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം.
ദൈവമായ കർത്താവെ, ഞങ്ങൾ ക്ഷമിക്കപ്പെട്ട പാപികളാവുന്നു. നിന്റെ കൃപയും പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധപ്രകാരം എൻ്റെ പാപങ്ങൾ മായ്ച്ച് ക്ഷമിക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രേയ ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.